ഓം ശാന്തി 19/12/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. അതിനാൽ ആത്മാ അഭിമാനിയായി മാറൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ അന്തിമ മനം എങ്ങനെയോ അതുപോലെ ഗതിയുണ്ടാകും. ചോദ്യം: വിചിത്രനായ ബാബ നിങ്ങൾക്ക് ഏത് വിചിത്രമായ രഹസ്യമാണ് മനസ്സിലാക്കി തന്നത്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, ഈ അനാദിയും അവിനാശിയുമായ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിൽ ഓരോരുത്തരുടെയും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. എന്തു തന്നെ സംഭവിച്ചാലും ഒന്നും പുതിയതല്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഇതിൽ എനിക്കൊരു മഹത്വവുമില്ല. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധനസ്ഥനാണ്. ഈ അത്ഭുതകരമായ രഹസ്യം കേൾപ്പിച്ച് ബാബ തന്റെ മഹത്വത്തെ കുറച്ചിരിക്കുകയാണ്. ഗീതം അവസാനം ആ ദിവസവും ഇന്ന് വന്നെത്തി. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, കൽപ്പത്തിന് ശേഷം ബാബ നമ്മളെ ധനവാനും ആരോഗ്യമുള്ളവരും സമ്പന്നരുമാക്കി മാറ്റുന്നതിനായി പവിത്രത, സുഖം, ശാന്തിയുടെ സമ്പത്ത് നൽകാൻ വന്നിരിക്കുകയാണ്. ബ്രാഹ്മണരും ആശീർവാദം നൽകാറുണ്ടല്ലോ. ആയുഷ്മാൻ ഭവ, പുത്രവാൻ ഭവ, ധനവാൻ ഭവ എന്നെല്ലാം. നിങ്ങൾ കുട്ടികൾക്ക് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശീർവാദത്തിന്റെ കാര്യമൊന്നും തന്നെയില്ല. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കറിയാം, 5000 വർഷങ്ങൾക്ക് മുൻപും ബാബ നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവത, നരനിൽ നിന്നും നാരായണനാക്കി മാറ്റാനുള്ള പഠിപ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതു കുട്ടികളാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. ഇങ്ങനെ പറയും, ഞങ്ങൾ കുട്ടികൾക്കറിയാം ഈ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ശൂദ്രരായിരുന്നു, പിന്നീട് ബ്രാഹ്മണരായി മാറി. ഇനി ദേവതയായി മാറണം. ഇപ്പോൾ നമ്മൾ ശൂദ്രവർണത്തിലേതാണെന്ന് ലോകത്തിലുള്ള ആർക്കും അറിയുകയില്ല. ഇത് സത്യമായ കാര്യമാണെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ബാബ സത്യം പറഞ്ഞു തന്ന് സത്യഖണ്ഡത്തിന്റെ സ്ഥാപന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യയുഗത്തിൽ അസത്യവും പാപവും ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. കലിയുഗത്തിൽ തന്നെയാണ് അജാമിലൻ പാപാത്മാക്കൾ ഉള്ളത്. ഈ സമയം തികച്ചും മഹാനരകം തന്നെയാണ്. ദിനം പ്രതി മഹാനരകം തന്നെയാണ് കാണപ്പെടുക. മനുഷ്യർ അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിലൂടെ മനസ്സിലാകും ലോകം തികച്ചും തമോപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇതിൽ തന്നെ കാമം മഹാശത്രുവാണ്. പലർക്കും പ്രയാസപ്പെട്ടാണ് ശുദ്ധവും പവിത്രവുമായി ഇരിക്കാൻ സാധിക്കുന്നത്. മുൻപ് സന്യാസിമാർ പറയുമായിരുന്നു, ഇങ്ങനെയുള്ള കലിയുഗമാണ് ഉണ്ടാവുക. 12-13 വയസ്സായ പെൺകുട്ടികൾ കുട്ടികൾക്ക് ജന്മം നൽകും എന്ന്. ഇപ്പോൾ അതേ സമയമാണ്. കുമാരിമാർ മോശമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പൂർണമായും തമോപ്രധാനമായി മാറുന്നുവോ അപ്പോൾ ബാബ പറയുന്നു, ഞാൻ വരും. എനിക്കും ഡ്രാമയിൽ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിതനാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇത് പുതിയ കാര്യമൊന്നുമല്ല. ബാബ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കി തരിക. ചക്രം കറങ്ങി നാടകം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്തോപ്രധാനമായി മാറി സത്തോപ്രധാന ലോകത്തിന്റെ അധികാരിയായി മാറും. എത്ര സാധാരണമായാണ് മനസ്സിലാക്കി തരുന്നത്.
ബാബ തന്റെ പാർട്ടിനു പോലും ഇത്രയും മഹത്വം കൊടുക്കുന്നില്ല. ഇതെന്റെ പാർട്ടാണ്, പുതിയ കാര്യമൊന്നുമല്ല. ഓരോ 5000 വർഷത്തിന് ശേഷവും എനിക്ക് വരിക തന്നെ വേണം. ഡ്രാമയിൽ ഞാൻ ബന്ധനസ്ഥനാണ്. ബാബ വന്ന് നിങ്ങൾക്ക് സഹജമായ ഓർമ്മയുടെ യാത്ര പറഞ്ഞു തരികയാണ്. അന്തിമ മനം പോലെ ഗതി. ഇത് ഈ സമയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇത് അവസാന സമയമാണല്ലോ. ബാബ യുക്തി പറഞ്ഞു തരികയാണ്. എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ സതോ പ്രധാനമായി മാറും. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പുതിയ ലോകത്തിന്റെ അധികാരിയായി മാറും. ബാബ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ഒന്നും പുതിയതല്ല. ഒരു ജിന്നിന്റെ കഥ കേൾപ്പിക്കാറുണ്ടല്ലോ. ജിന്ന് പറഞ്ഞു, എനിക്ക് ജോലി തരൂ. അപ്പോൾ പറഞ്ഞു, ഏണിപ്പടി കയറി ഇറങ്ങിക്കോളൂ. ബാബയും പറയുന്നത് ഇതാണ്. ഇത് കയറുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും കളിയാണ്. പതീതത്തിൽ നിന്ന് പാവനവും പാവനത്തിൽ നിന്ന് പതീതവുമായി മാറണം. ഇതൊരു പരിശ്രമത്തിന്റെ കാര്യമൊന്നുമല്ല. ഇത് വളരെ സഹജമാണ്. പക്ഷേ യുദ്ധം ആരുമായാണ്? ഇത് മനസ്സിലാക്കാത്തത് കാരണം ശാസ്ത്രത്തിലും യുദ്ധത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ മായ രാവണന് മേൽ വിജയം നേടാനുള്ള വളരെ വലിയ യുദ്ധമാണ്. കുട്ടികൾ കാണുന്നുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാബയെ ഓർമ്മിക്കുന്നു, പിന്നീട് മറന്നുപോകുന്നു. മായ ദീപത്തെ അണയ്ക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഗുൽബക്കാവലിയുടെ കഥയുമുണ്ട്. കുട്ടികൾ ജയിക്കുന്നു, വളരെ നന്നായി നടക്കുന്നു. പിന്നെ മായ വന്ന് ദീപം കെടുത്തുന്നു. മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നുണ്ടെന്ന് കുട്ടികളും പറയുന്നുണ്ട്. അനേക പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റുകൾ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ 8-10 വർഷമായ നല്ല നല്ല വൃക്ഷങ്ങളെ പോലും വീഴ്ത്തുന്ന ഇങ്ങനെയുള്ള ശക്തമായ കൊടുങ്കാറ്റുകൾ വരുന്നു. കുട്ടികൾക്കറിയാം, വർണ്ണിക്കുകയും ചെയ്യാറുണ്ട്. മാലയിലെ നല്ല നല്ല മുത്തുകളായിരുന്നു, ഇന്ന് അവരില്ല. ആനയെ മുതല വിഴുങ്ങി. ഇതും ഉദാഹരണമാണ്. ഇതാണ് മായയുടെ കൊടുങ്കാറ്റ്. ബാബ പറയുന്നു, ഈ 5 വികാരങ്ങളിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കൂ. ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ ശക്തിശാലി ആയിരിക്കും. ദേഹി അഭിമാനിയായി മാറൂ. ബാബയുടെ ഈ പഠിപ്പ് ഒരു പ്രാവശ്യമേ ലഭിക്കൂ. നിങ്ങൾ ആത്മാഭിമാനിയായി മാറൂ. ഇങ്ങനെ ഒരിക്കലും ഒരാളും പറയുകയില്ല. സത്യയുഗത്തിലും ഇങ്ങനെ പറയുകയില്ല. നാമം, രൂപം, ദേശം, കാലം എല്ലാം ഓർമ്മയുണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. നിങ്ങൾ ആദ്യം സതോ പ്രധാനമായിരുന്നു. സതോ, രജോ, തമോയിൽ നിങ്ങൾ പൂർണമായും ജന്മങ്ങൾ എടുത്തു. ഇതിൽ നമ്പർ 1 ഈ ബ്രഹ്മാവാണ്. മറ്റുള്ളവർക്ക് 83 ജന്മവുമാകാം. എന്നാൽ ബ്രഹ്മാവിന് പൂർണമായും 84 ജന്മമാണ്. ഇദ്ദേഹം ആദ്യം ശ്രീനാരായണനായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ ജ്ഞാനമെടുത്ത് ഇദ്ദേഹം വീണ്ടും നാരായണനായി മാറുന്നു. വൃക്ഷത്തിലും കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെയുള്ള ശ്രീനാരായണൻ പിന്നീട് അവസാനം ബ്രഹ്മാവായി നിൽക്കുന്നു. താഴെ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രജാപിതാവിനെ ഒരിക്കലും പരമപിതാവെന്ന് പറയാൻ സാധിക്കുകയില്ല. പരമപിതാവെന്ന് ഒരാളെ മാത്രമേ പറയുകയുള്ളൂ. പ്രജാപിതാവെന്ന് ഇദ്ദേഹത്തെയാണ് പറയുന്നത്. ബ്രഹ്മാവ് ദേഹധാരിയും ബാബ വിദേഹിയും വിചിത്രനുമാണ്. ലൗകിക അച്ഛനെ പിതാവെന്നും ബ്രഹ്മബാബയെ പ്രജാപിതാവെന്നും പറയും. പരമപിതാവ് പരംധാമത്തിലാണ് ഇരിക്കുന്നത്. പ്രജാപിത ബ്രഹ്മാവ് പരംധാമത്തിൽ ഇരിക്കുകയില്ല. സാകാരി ലോകത്തിൽ വന്നിരിക്കുകയാണ്. സൂക്ഷ്മവതനത്തിൽ പോലുമല്ല.
പ്രജകൾ സ്ഥൂലവതനത്തിലാണ്. പ്രജാപിതാവിനെ ഭഗവാൻ എന്നും പറയാൻ സാധിക്കില്ല. ഭഗവാന് ശരീരത്തിന്റെ പേരില്ല. മനുഷ്യർ ശരീരത്തിനാണ് പേര് വയ്ക്കുന്നത്. ഭഗവാൻ ഇതിൽ നിന്നും വേറിട്ടവനാണ്. ആത്മാക്കൾ അവിടെ സ്ഥൂല നാമത്തിൽ നിന്നും രൂപത്തിൽ നിന്നും വേറിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ആത്മാക്കൾ തന്നെയാണല്ലോ. സന്യാസിമാർക്കൊന്നും ഇതറിയുകയില്ല. അവർ കേവലം വീട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ലോകത്തിലെ വികാരങ്ങളുടെ അനുഭവികൾ തന്നെയാണല്ലോ. കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും അറിയുക തന്നെയില്ല. അതുകൊണ്ടാണ് അവരെ മഹാത്മാവാണെന്ന് പറയുന്നത്. 5 വികാരങ്ങൾ എന്താണെന്ന് അവർക്കറിയില്ല. കൊച്ചുകുട്ടികളെ പവിത്രം എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഒരാൾ പോലും പവിത്രമായിട്ടില്ല. ചെറുതിൽ നിന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ പതീതം എന്ന് പറയുമല്ലോ. ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ ഡ്രാമയിൽ എല്ലാവർക്കും വ്യത്യസ്തമായ പാർട്ടാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ചക്രത്തിൽ എത്ര ശരീരമാണ് എടുക്കുന്നത്, എത്ര കർമ്മമാണ് ചെയ്യുന്നത്, ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും. ആദ്യം ആത്മാവിനെ തിരിച്ചറിയണം. ഇത്രയും ചെറിയ ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതാണ് വളരെ അത്ഭുതകരമായ കാര്യം. ആത്മാവും അവിനാശിയാണ്, ഡ്രാമയും അവിനാശിയാണ്, ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. എപ്പോൾ മുതൽ ആരംഭിച്ചു എന്ന് പറയുകയില്ല. ഇത് സ്വാഭാവികമാണെന്ന് പറയും. ആത്മാവ് എങ്ങനെയാണ്, ഈ ഡ്രാമ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എങ്ങനെയാണോ സമുദ്രത്തിന്റെയും ആകാശത്തിന്റെയും അവസാനം അളക്കാൻ സാധിക്കാത്തത്, അതുപോലെ ഇത് അവിനാശി നാടകമാണ്. എത്ര അത്ഭുതമാണ്! ആർക്കും ഒരിക്കലും പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. ഈ എല്ലാ ആത്മാക്കളും അവരവരുടെ പാർട്ട് അഭിനയിച്ചാണ് വരുന്നത്. നാടകം എപ്പോൾ ഉണ്ടാക്കി, ഈ ഒരു ചോദ്യമേ ചോദിക്കാൻ സാധിക്കില്ല. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ലോകമുണ്ടാക്കാൻ ഭഗവാന് എന്ത് സംഭവിച്ചു എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതെല്ലാം അനാദിയായിട്ടുള്ളതാണ്. പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിക്കാൻ സാധിക്കില്ല. വിവേകശാലിയായി മാറുമ്പോഴേ ബാബ നിങ്ങൾക്ക് ആത്മാവിന്റെ ജ്ഞാനവും കേൾപ്പിക്കൂ. അപ്പോൾ നിങ്ങൾ ദിനം പ്രതി ഉന്നതി നേടിക്കൊണ്ടിരിക്കും. ആദ്യം ബാബ വളരെ കുറച്ചേ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു. എങ്കിലും ആകർഷണം ഉണ്ടായിരുന്നു. ബാബയായിരുന്നു വലിച്ചത്. ഭട്ടിയിലും ആകർഷണം ഉണ്ടായിരുന്നു. ഇതിനെയാണ് പിന്നീട് കൃഷ്ണനെ കംസപുരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. കംസൻ മുതലായവരൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഗീത, ഭാഗവതം, മഹാഭാരതം എന്നിവ തമ്മിൽ ബന്ധമുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. ദസറ മുതലായവ പരമ്പരയായി നടന്നു വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവണൻ എന്ത് വസ്തുവാണെന്ന് പോലും ആരും മനസ്സിലാക്കുന്നില്ല. ആരെല്ലാമാണോ ദേവീ ദേവതയായിരുന്നത് അവർ താഴേക്കിറങ്ങി പതീതമായി മാറിക്കഴിഞ്ഞു. ഈ എല്ലാ കാര്യങ്ങളും ബാബയിരുന്നാണ് മനസ്സിലാക്കി തരുന്നത്. സൃഷ്ടി ചക്രത്തിന്റെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മറ്റാർക്കും അറിയുകയില്ല. നിങ്ങൾ അറിയുന്നതിലൂടെ ചക്രവർത്തി രാജാവായി മാറുന്നു. ത്രൈമൂർത്തിയിൽ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഈശ്വരീയ ജന്മസിദ്ധ അധികാരമാണ്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കരനിലൂടെ വിനാശം, വിഷ്ണുവിലൂടെ പാലന. വിനാശം തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. പുതിയ ലോകത്തിൽ വളരെ കുറച്ചുപേരേ ഉണ്ടാവൂ. ഇപ്പോഴാണെങ്കിൽ അനേക ധർമ്മങ്ങളാണ്. ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മം ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്.
തീർച്ചയായും ആ ഒരു ധർമ്മം വേണം. മഹാഭാരതവും ഗീതയുമായി സംബന്ധമുള്ളതാണ്. ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ സാധിക്കുകയില്ല. ഇത് പുതിയ കാര്യമൊന്നുമല്ല. അനേക പ്രാവശ്യം രാജപദവി നേടിയിട്ടുണ്ട്. ആരുടെ വയറാണോ നിറഞ്ഞിരിക്കുന്നത് അവർ ഗാംഭീര്യത്തോടു കൂടിയിരിക്കും. അവർ ഉള്ളുകൊണ്ട് മനസ്സിലാക്കും, ഞങ്ങൾ എത്ര പ്രാവശ്യം രാജപദവി നേടിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കാര്യമാണ്. ഇന്നലെ ദേവതകൾ തന്നെയായിരുന്നു. പിന്നീട് ചക്രം കറങ്ങി ഇന്നിപ്പോൾ പതീതമായി മാറി. വീണ്ടും നമ്മൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടും. ബാബ പറയുന്നു, കൽപ്പകൽപ്പം നിങ്ങൾ തന്നെയാണ് രാജപദവി നേടിയത്. ഒരൽപ്പം പോലും വ്യത്യാസം ഉണ്ടാവുകയില്ല. രാജപദവിയിൽ ചിലർ ഉയർന്നവരും ചിലർ താഴ്ന്നവരുമായിരിക്കും. ഇങ്ങനെ ആവുന്നതും പുരുഷാർത്ഥമനുസരിച്ചാണ്. നിങ്ങൾക്കറിയാം, ആദ്യം നമ്മൾ കുരങ്ങനേക്കാളും മോശമായിരുന്നു. ഇപ്പോൾ ബാബ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യതയുള്ളവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരാണോ നല്ല നല്ല കുട്ടികൾ അവരുടെ ആത്മാവ് തിരിച്ചറിയുന്നുണ്ട്. ആദ്യം നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. ഇപ്പോൾ നമ്മൾ മൂല്യമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പകൽപ്പം ബാബ നമ്മളെ ഒന്നുമില്ലാത്തവരിൽ നിന്നും ധനവാനാക്കി മാറ്റുകയാണ്. കൽപ്പം മുൻപുള്ളവർ തന്നെയാണ് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്. നിങ്ങളും പ്രദർശിനി മുതലായവ ചെയ്യാറുണ്ട്. ഒന്നും പുതിയതല്ല. ഇതിലൂടെ തന്നെയാണ് നിങ്ങൾ അമരപുരി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തി മാർഗത്തിലും ദേവികളുടെ എത്ര ക്ഷേത്രങ്ങളാണ് ഉള്ളത്? അതെല്ലാം പൂജാരികളുടെ സാമഗ്രികളാണ്. പൂജ്യരുടെ സാമഗ്രികൾ ഒന്നും തന്നെയില്ല. ബാബ പറയുന്നു, ദിനം പ്രതിദിനം നിങ്ങൾക്ക് രഹസ്യമായ പോയിന്റുകളാണ് മനസ്സിലാക്കി തരുന്നത്. ആദ്യത്തെ അനേകം പോയിന്റുകൾ നിങ്ങളുടെ അടുത്തുണ്ട്. അതിപ്പോൾ എന്തു ചെയ്യും? അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. വർത്തമാന സമയത്ത് ബാബ പുതിയ പുതിയ പോയിന്റുകൾ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാന റിസൾട്ട് തന്നെയാണ് ഉപകരിക്കുന്നത്. ബാബ പറയുന്നു, കൽപ്പം മുൻപും നിങ്ങളെ ഇങ്ങനെ തന്നെയാണ് കേൾപ്പിച്ചിരുന്നത്. നമ്പർ വയസ്സായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വിഷയങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. വ്യാപാരങ്ങളിലും ഗ്രഹപ്പിഴ ഉണ്ടാകാറുണ്ടല്ലോ. ഇതിൽ നിരാശരാകേണ്ടതില്ല. വീണ്ടും എഴുന്നേറ്റ് പുരുഷാർത്ഥം ചെയ്യണം. കൂടുതൽ പതീതമായി മാറിയവരാണ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ചിലർ വികാരങ്ങളിൽ വീണു പോകുന്നുണ്ട്. എന്നിട്ടും ബാബ പറയുന്നു, നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടൂ. വീണ്ടും കയറാൻ ആരംഭിക്കണം. ബാബ പറയുന്നു, വീണിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുന്നേൽക്കൂ. ഇങ്ങനെ വീണുപോയി കയറാൻ പരിശ്രമിക്കുന്നവർ ധാരാളം പേരുണ്ട്. ബാബ ഒരിക്കലും അനുവദിക്കാതിരിക്കില്ല. ഇങ്ങനെ ധാരാളം പേർ വരും എന്ന് ബാബയ്ക്കറിയാം. ബാബ പുരുഷാർത്ഥം ചെയ്യൂ എന്ന് പറയും. പിന്നീട് കുറച്ചെന്തെങ്കിലും സഹായിയായി എങ്കിലും മാറാമല്ലോ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് എന്ന് പറയാം. ബാബ പറയും, നല്ല കുട്ടിയാണ്, ഇപ്പോൾ തൃപ്തിയായി, വളരെ കഷ്ടം അനുഭവിച്ചു, ഇനി വീണ്ടും പുരുഷാർത്ഥം ചെയ്യൂ. പരിധിയില്ലാത്ത ബാബ ഇങ്ങനെയാണല്ലോ പറയുക. ബാബയുടെ അടുത്തേക്ക് എത്ര പേരാണ് കാണാൻ വരുന്നത്? പറയുന്നതിതാണ് പരിധിയില്ലാത്ത അച്ഛൻ. പറയുന്നത് അംഗീകരിക്കുകയില്ല, പവിത്രമായിരിക്കുകയില്ല. ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കുകയാണെങ്കിൽ അമ്പ് തറയ്ക്കും. മനസ്സിലാക്കൂ, സ്ത്രീക്കാണ് അമ്പ് തറച്ചതെങ്കിൽ അവർ പറയും, ഞാൻ പ്രതിജ്ഞ ചെയ്യും. എന്നാൽ പുരുഷന് തറയ്ക്കുന്നില്ല. പിന്നീട് മുന്നോട്ടു പോകവേ അവരെയും ഉയർത്താനുള്ള പരിശ്രമം ചെയ്യും. ധാരാളം പേർ ഇങ്ങനെയും വരുന്നുണ്ട്. അവരുടെ ഭാര്യമാരാണ് അവരെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നത്.
ഭാര്യയാണ് എന്റെ ഗുരു എന്നവർ പറയും. ഇവരാണ് നിങ്ങളുടെ ഗുരുവും ഈശ്വരനുമെന്ന് ബ്രാഹ്മണർ കൈപിടിച്ചു കൊടുക്കുന്ന സമയത്ത് പറയാറുണ്ട്. ഇവിടെ ബാബ പറയുന്നു, നിങ്ങളുടേത് എല്ലാം ഒരു ബാബ തന്നെയാണ്. എനിക്കൊരു ബാബ മാത്രം, രണ്ടാമതാരുമില്ല. എല്ലാവരും ഓർമ്മിക്കുന്നതും ബാബയെ തന്നെയാണ്. ഈ ഒന്നുമായി തന്നെ യോഗം വെക്കണം. ഈ ദേഹം പോലും എന്റെയല്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. എന്തെങ്കിലും ഗ്രഹപ്പിഴ വരികയാണെങ്കിൽ മനോനൈരാശ്യമുള്ളവരായി മാറരുത്. വീണ്ടും പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ ഓർമ്മയിലിരുന്ന് ഉയർന്ന പദവി നേടണം. 2. തന്റെ സ്ഥിതി ഇത്രയും ഉറപ്പുള്ളതാക്കി മാറ്റണം. ഒരു മായയുടെ കൊടുങ്കാറ്റിനും യുദ്ധം ചെയ്യാൻ സാധിക്കരുത്. വികാരങ്ങളിൽ നിന്ന് സ്വയത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. വരദാനം: സർവശക്തികളുടെയും പ്രകാശത്തിലൂടെ ആത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ചൈതന്യ ലൈറ്റ് ഹൌസായി ഭവിക്കട്ടെ. ഞാൻ വിശ്വമംഗള സേവനത്തിനായി പരംധാമത്തിൽ നിന്ന് അവതരിച്ച ആത്മാവാണ് എന്ന സ്മൃതി സദാ ഉണ്ടായിരിക്കുകയാണെങ്കിൽ പിന്നെ ഏതു സങ്കല്പം എടുക്കുകയാണെങ്കിലും എന്ത് സംസാരിക്കുകയാണെങ്കിലും അതിൽ വിശ്വമംഗളം അടങ്ങിയിട്ടുണ്ടാകും. മാത്രമല്ല, ഇതേ സ്മൃതി ലൈറ്റ് ഹൌസിന്റെ ജോലി ചെയ്യുകയും ചെയ്യുന്നു. എങ്ങനെയാണോ ലൈറ്റ് ഹൌസിൽ നിന്ന് അനേകം നിറങ്ങളിലുള്ള പ്രകാശം വരുന്നത്, അതുപോലെ താങ്കൾ ചൈതന്യ ലൈറ്റ് ഹൌസിലൂടെ സർവശക്തികളുടെയും ലൈറ്റ് ആത്മാക്കൾക്ക് ഓരോ ചുവടിലും വഴി കാണിക്കുന്നു. സ്ലോഗൻ: സ്നേഹത്തിനും സഹയോഗത്തിനുമൊപ്പം ശക്തി രൂപമായി മാറുകയാണെങ്കിൽ രാജധാനിയിൽ ഉയർന്ന പദവി ലഭിക്കും. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമായി മാറാനുള്ള ദൃഢസങ്കല്പം എടുക്കൂ. എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായത്, അതുപോലെ കർമാതീതമാകുന്നതും സ്വാഭാവികമായി മാറണം. കർമ്മം ചെയ്യുമ്പോൾ ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. ആരാണോ സദാ കർമ്മയോഗി സ്ഥിതിയിലിരിക്കുന്നത് അവർക്ക് സഹജമായി കർമാതീതമാകാൻ കഴിയുന്നു. എപ്പോൾ വേണമെങ്കിലും കർമ്മത്തിലേക്ക് വരികയും എപ്പോൾ വേണമെങ്കിലും കർമ്മത്തിൽ നിന്ന് വേറിടുകയും ചെയ്യണം. ഈ പ്രാക്ടീസ് കർമ്മം ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടെ ചെയ്തുകൊണ്ടിരിക്കൂ. ഓം ശാന്തി.